ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ള ആ ഒരു സീരീസിലെ 6ാമത്തെ വീഡിയോ ആണ്. ഈ 5 വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ, ദാറ്റ് മീൻ ഡിസംബർ 31 ക്ലോസ് ചെയ്ത ക്വാർട്ടറിൽ എൻ്റെ ട്രേഡിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ വരുത്തി. അതിനെക്കുറിച്ച് ഞാനൊന്ന് ഒരു 1 മിനിറ്റ് ഷെയർ ചെയ്യാം. ഇത് താങ്കൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ഷോർട്ട് സ്വിംഗ് ട്രേഡർ ആണെന്നുള്ള കാര്യം. ദാറ്റ് മീൻസ് സെയിം ക്വാർട്ടറിൽ എൻട്രി എക്സിറ്റ്, അത് ബേസിക്കലി ബേസ്ഡ് ഓൺ നല്ല എൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ച് റിസൾട്ട് എന്ന സ്റ്റോക്കുകളിലായി കണ്ടുപിടിച്ചിട്ട് അങ്ങനത്തെ സ്റ്റോക്കുകളിലെ അത് ഫണ്ട് അനലൈസ് ചെയ്തിട്ട് പിന്നെ ടെക്നിക്കൽ പാർട്ട് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ റിസൾട്ട് ടൈമിൽ ഏറ്റവും ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയം. കാര്യം അങ്ങനത്തെ സ്റ്റോക്കുകളെ ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഇതെന്താ സംഭവിച്ചാൽ നമ്മുടെ വാല്യൂസ് പ്രിപ്പറേഷനോടൊപ്പം തന്നെ നമ്മുടെ ട്രേഡും ഒരേപോലെ കൊണ്ടുപോകും. ശരിക്കും ഈ രണ്ടും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ക്വാർട്ടർ വീക്ക് ആകും എന്നുള്ള കാര്യം നമുക്ക് 100% ഷുവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വാല്യൂസിലാണ് നമുക്ക് കണ്ടമാനം കുറച്ചു. 51 സ്റ്റോക്സ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്വാർട്ടറിൽ ബേസിക് ആയിട്ട്. അതിൻ്റെ അകത്ത് 10 സ്റ്റോക്കുകളിൽ ഒരു ഫോക്കസ് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി. ലൈക്ക് BSE, CDSL, ഗർവാറ ഹൈടെക്, അനൂപ് എഞ്ചിനീയറിംഗ്, ജാഷ്, അങ്ങനെ അമിയോ ഓർഗാനിക്സ്, PGEL, പേൾ ഗ്ലോബൽ, ഇങ്ങനെ 10 സ്റ്റോക്കുകളിലെ ഒരു ഫോക്കസ് ലിസ്റ്റ് തയ്യാറാക്കി. ദാറ്റ് മീൻസ് പ്രൈം ഫോക്കസ് ഈ സ്റ്റോക്കിലാണ്. പ്രൈം ഫോക്കസ് കഴിഞ്ഞിട്ടുള്ള സബ് ഫോക്കസ് ആണ് ബാക്കിയുള്ള 41 സ്റ്റോക്സിൽ നമ്മൾ ചെയ്തിരുന്നത്. CRM സെയിൽസ്, അങ്ങനെ 10 സ്റ്റോക്ക്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലെ ട്രേഡിംഗ് സ്റ്റൈലിലും ചെറിയ വ്യത്യാസം വരുത്തി. കാര്യം എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ വെച്ചാൽ SST ആണ്, ഷോർട്ട് സ്വിംഗ് ട്രേഡ് ആണ്. ദാറ്റ് മീൻസ് സെയിം ക്വാർട്ടറിൽ എൻട്രിയും എക്സിറ്റും. കഴിഞ്ഞ ക്വാർട്ടറിൽ ഹ്യൂജിൽ ബെയറിഷ് ആവുന്നതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പ്രോ ട്രേഡാണ് ചെയ്തത്. പ്രോ ട്രേഡ് എന്ന് വെച്ചാൽ 2 to 5 days ട്രേഡ്, എൻട്രി എക്സിറ്റ് വിത്തിൻ 2 to 5 days ട്രേഡ്. സോ കംപ്ലീറ്റ് പ്രോ ട്രേഡ്സിലേക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ മാറി. കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ പകുതി അവസാന ലെവലിൽ എത്തിയപ്പോഴേക്കും ഞാൻ സാറിന് വർക്ക് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് വീക്ക്ലി സ്ട്രെങ്ത് നോക്കും, ഡെയിലി 4 hours 75 minutes, കഴിവതും 75 minutes കയറാൻ നോക്കും. ആ 75 minutesനെ ഇഗ്നോർ ചെയ്തിട്ട് വീക്ക്ലി, ഡെയിലി, 4 hours എന്ന 3 ടൈം ഫ്രെയിമിലേക്ക് മാറി. അതുപോലെ തന്നെ മാർക്കറ്റ് കസ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് മാർക്കറ്റ് കസ്പ്. സാധാരണ ഒരു ക്വാർട്ടർ തുടങ്ങുന്നതിന് 15 days മുമ്പ്, ക്വാർട്ടർ തുടങ്ങി 10 days, അങ്ങനെ 25 days പറയുന്നവരാണ് മാർക്കറ്റ് കസ്പ്. മാർക്കറ്റ് കസ്പിലാണ് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം ഒക്കെ ട്രെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ പതുക്കെ മാറിയിട്ട് പുതിയ സ്റ്റോക്കിൽ ട്രെൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ കഴിവതും മാർക്കറ്റ് കസ്പിൻ്റെ സമയത്ത് കഴിവതും നമ്മുടെ റിസ്ക് കുറയ്ക്കാന്നുള്ളതിന് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാൻ കഴിഞ്ഞ മാസം 26-ാം തീയതിയോടുകൂടി എൻ്റെ പ്രോഡ് സൈറ്റ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. കാരണം മാർക്കറ്റ് കസ്പിൻ്റെ സെൻട്രലാണ് സ്റ്റോപ്പ് ചെയ്തത്. ആ 26 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഇൻട്രാഡേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രോ ട്രേഡിങ് ചെയ്തിട്ടില്ല, SSTയും ചെയ്തിട്ടില്ല. കാര്യം മാർക്കറ്റ് കസ്പിൻ്റെ സെൻട്രൽ ആയതുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സീസൺ തുടങ്ങിയിട്ട് ഒരു 6 days 7 days ആയി. സാധാരണ വിത്തിൻ 6 days ഒരു 3-4 സ്റ്റോക്ക് നമ്മുടെ ഫിലോസഫി അനുസരിച്ച് കിട്ടുന്നതാണ്. പക്ഷേ ഈ സീസണിൽ ഈ തുടങ്ങിയ 6 ദിവസം എൻ്റെ ഒരു ഒറ്റ സ്റ്റോക്കും വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്ന TARL എന്ന് പറയുന്ന സ്റ്റോക്ക് റിസൾട്ട് വാസ് ഗുഡ്. പക്ഷേ 2 വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഒന്ന് ഹ്യൂജ് വാല്യുവേഷൻ ആയിരുന്നു. ഒരു ഇൻഡസ്ട്രി വാല്യുവേഷൻ സംതിങ് 58-60 അഗൻസ്റ്റ് ആയിട്ട് റിസൾട്ട് നമ്പർ 120 ആയിരുന്നു വാല്യുവേഷൻ, ഹ്യൂജ്ലി വാല്യുവേഷൻ. രണ്ടാമത്തെ കാര്യം ഇക്വിറ്റി ഡൈല്യൂഷൻ വന്നുകൊണ്ട് തന്നെ ക്വാർട്ടർ റിസൾട്ടിലെ EPS ആ ഡൈല്യൂഷൻ വന്നുകൊണ്ട് EPSന്റെ ഗ്രോത്ത് വളരെ ഗ്രോത്ത് വന്നു, പക്ഷേ എക്സ്പെക്റ്റഡ് ലെവലിൽ ഗ്രോത്ത് കൊടുത്തില്ല. ഇതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് വൺ കറക്ഷനിലാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും ബെയറിഷ് മാർക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കും. അതും വലിയ മിസ്റ്റേക്ക് വന്നാൽ പോലും പലപ്പോഴും ഹ്യൂജ് ആയിട്ടുള്ള ട്രെൻഡിങ് മാർക്കറ്റിനെ ഇഗ്നോർ ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടർ is going to be extremely critical ആണ്. ഞാൻ പറഞ്ഞല്ലോ ഈ മാർക്കറ്റ് സീസൺ തുടങ്ങിയിട്ട് 7 ദിവസമായിട്ട് പോലും ഒറ്റ സ്റ്റോക്ക് വന്നില്ല എന്ന് പറയുമ്പം ഇനിഷ്യൽ ട്രെൻഡ് കാണിക്കുന്നത് എന്താ പറയേണ്ടത്, എക്സ്ട്രീംലി കോഷൻ ആണ് കാണിക്കുന്നത്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഇത് ഷെയർ ചെയ്തത് ഈ ഒരു സിസ്റ്റം താങ്കൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ താങ്കൾക്കും തീർച്ചയായും ട്രൈ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ശ്രമിച്ചു, ഒരു സംശയമുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഐ വിൽ ഹാവ് എ ഡിസ്കഷൻ വിത്ത് യു. എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന ലെവൽസ് ഞാൻ തീർച്ചയായും താങ്കൾക്ക് പറഞ്ഞുതരാം. ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി നമുക്കൊരു സൂം ക്ലാസ് നമുക്ക് പ്ലാൻ ചെയ്യാം. അത് സൂം ക്ലാസ്സിൽ 100 പേര് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. വളരെ കുറച്ച് ആൾക്കാരാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യുന്ന പോലെ കാര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി 9 മണിയുടെ സൂം സെഷനിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഫ്രൈഡേ 9 o'clock. പക്ഷേ എനിക്കൊരു 100 പേരുണ്ടെങ്കിൽ മാത്രമേ
നമുക്കൊരു 2 വയസ്സ് 3 വയസ്സ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴെ പോയത്? എല്ലാ വീഡിയോയിലും മാർക്കറ്റ് എങ്ങോട്ടെന്നല്ല എല്ലാ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ ഇൻഡെക്സിനെ കുറിച്ചാണ്. എക്സ്ട്രീംലി ടോപ്പ് പൊസിഷനാണ് ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഓൾ ടൈം ഹൈയുടെ അടുത്ത് എത്താറായി ശരിക്കും. ദാറ്റ് മീൻസ് ഡോളർ ഇൻഡെക്സ് സ്ട്രോങ് ആവുന്നതും റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇന്ത്യയെ കണക്ക് ഇമ്പോർട്ടിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കൺട്രിയെ സംബന്ധിച്ച് അത് മാനേജബിൾ, അത് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ട്രേഡ് ഡെഫിസിറ്റ്, ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നമ്മൾ ബേസിക്കലി ഇമ്പോർട്ട് കൂടുതലായിട്ടുള്ള കൺട്രിയാണ്. ഡോളർ ഇൻഡെക്സ് എന്താ പറയണ്ടേ സ്ട്രോങ്ങസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഡോളർ ഇൻഡെക്സ് സ്ട്രോങ് ആകുമ്പോൾ ഇക്വിറ്റി താഴെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതർ അസറ്റ് ക്ലാസ് അതിൽ തേടിയ ആൾക്കാർ പോകും. അതിൻ്റെ അകത്തുള്ള ഒരു അതർ അസറ്റ് ക്ലാസ് ആണ് ബോണ്ടിന്റെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. അത് ടോപ്പസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാച്ചുറലി FPS ഇക്വിറ്റിയിൽ നിന്ന് പൈസ വിട്ടുപോയിട്ട് ബോണ്ടിലേക്ക് മാറും, ഗോൾഡിലേക്ക് മാറും, അതർ അസറ്റ് ക്ലാസ്സിൽ മാറുന്ന അത് സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. ഒരു മീനിങ് കറക്ഷൻ ഇല്ലാതെ ട്രെൻഡ് വരുമ്പോൾ മീനിങ് കറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ മാർക്കറ്റ് കാണിക്കുന്ന എല്ലാ വീക്ക്നെസ്സുകളും നമ്മളിപ്പോഴത്തെ മാർക്കറ്റ് കാണാൻ സാധിക്കും. വാല്യുവേഷൻ ഹ്യൂജ് ആയിട്ട് പോയ ഇൻഡസ്ട്രി ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ലൈക്ക് പവർ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ പവറിനോടൊപ്പം തന്നെ വാല്യുവേഷൻ കയറിപ്പോയ ധാരാളം ഇൻഡസ്ട്രി നമ്മുടെ NSEയിലുണ്ട്. ആ സെക്ടേഴ്സ് എടുത്തു ഏത് രീതി കറക്റ്റ് ചെയ്യുന്ന എടുത്തു നോക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോളർ ഇൻഡെക്സ് സ്ട്രോങ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇറ്റ്സ് മാർക്കറ്റിന്റെ കറക്ഷന് എന്താ പറയട്ടെ അതാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കഴിഞ്ഞ 3 മാസത്തിലുള്ള കറക്ഷന്റെ ഒരു ഫൈനൽ ഇമ്പാക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ എടുത്തു പറയുന്ന ഡേറ്റ ഇല്ല എന്നുള്ള കാര്യം സത്യസന്ധമാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും മാർക്കറ്റ് എങ്ങോട്ടെന്ന വീഡിയോയിൽ ആദ്യം പറഞ്ഞ ഡേറ്റ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും പറഞ്ഞു ഡേറ്റയുടെ അഭാവമാണ് മാർക്കറ്റിന് സപ്പോർട്ട് കൊടുക്കാത്തത്. പക്ഷേ ഈ വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ 2 സ്ട്രോങ് ഡേറ്റ വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ബജറ്റാണ്, 2 RBIയുടെ മീറ്റാണ് ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി. RBI മീറ്റിൽ ഇൻഡസ്ട്രിയിൽ നല്ലൊരു കുറവൊക്കെ വരുത്തുവാണെങ്കിൽ അതൊക്കെ വലിയ ഡേറ്റ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മുൻവിധിയിലൊന്നും അതിനെക്കുറിച്ചില്ല. നമ്മുടെ കയ്യിൽ ബജറ്റ് നമ്മുടെ കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ അതുപോലെ തന്നെ RBIയുടെ മീറ്റ് അതിൻ്റെ ഫൈനൽ ഒക്കെ നമ്മുടെ കിട്ടിയാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഡേറ്റയിൽ നിന്ന് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേറ്റയുടെ സപ്പോർട്ട് നമുക്ക് എമർജൻസിയാണ്. ഇപ്പോൾ അത്യാവശ്യം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എമർജൻസി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ ബി കെയർഫുൾ. ട്രേഡ്സിനെ വളരെ കെയർഫുൾ, ഫണ്ട അനാലിസിസ്, ക്രിട്ടിക്കൽ ഫണ്ട അനാലിസിസ് നടത്തിയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. ഈ ഫണ്ട അനാലിസിസിൽ നിന്നാണ് നമ്മൾ ടെക്നിക്കലിലേക്കും സ്റ്റോക്കിന്റെ ബിഹേവിയർ പാറ്റേണിലേക്കും നമ്മൾ പോകുന്നത്. ഞാൻ ചെയ്യുന്ന ദി വേ ഐ ഡു ദി ട്രേഡ് ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ വിത്ത് യു. കാരണം താങ്കൾക്കായിട്ട് പറഞ്ഞു കിട്ടുവാണെങ്കിൽ തീർച്ചയായും ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി again meet Zoom സെഷനിൽ. താങ്ക് യു സോ മച്ച് ആൻഡ് ബി എക്സ്ട്രീംലി ഇന്ന് വരെ സാധാരണ എല്ലാ ക്വാർട്ടറിലും 7 ദിവസം 2-3 സ്റ്റോക്ക് കിട്ടുന്ന ലെവലിൽ നിന്ന് മാറിയിട്ട് ഈ ക്വാർട്ടറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6-7 ദിവസമായി മാർക്കറ്റ് ദിസ് സീസൺ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു സ്റ്റോക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ലെവൽ ഓഫ് കോഷൻ എന്നുള്ളതാണ് ഞാൻ എന്താ പറയട്ടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മാർക്കറ്റിൽ അറ്റ് പ്രസന്റ്. മറ്റൊരു വീണ്ടും കെട്ടുപിട്ടാം. സൈനിങ് ഓഫ്.